നാസയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിഭീകരനായ അദൃശ്യനായ ഒരു മോൺസ്റ്റർ, ഒരു ഭീകരൻ. അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിതീവ്രമായ വേഗതയിൽ. ആ സഞ്ചാരമാണ് ഇപ്പോൾ ഗവേഷകരുടെ കണ്ണിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അവൻ എത്രമാത്രം വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം എടുക്കാം. അവൻ്റെ സഞ്ചാരം നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെയാണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് എത്തിച്ചേരാൻ അവന് വെറും 14 മിനിറ്റുകൾ മാത്രം മതി. ആരാണ് ഈ ഭീകരൻ? എന്തിനാണ് അവൻ ഇത്രയും വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? അതൊരു ബ്ലാക്ക് ഹോളാണ്. വെറും ഒരു ബ്ലാക്ക് ഹോൾ അല്ല, ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. അതിഭീകരമായ മാസ് ഉള്ള ഒരു ബ്ലാക്ക് ഹോൾ. അവൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ്റെ മാസിൻ്റെ 2 കോടി ഇരട്ടിയാണ്. ഇവിടെ ഒരു ബ്ലാക്ക് ഹോൾ മാത്രമല്ല, ആ ബ്ലാക്ക് ഹോൾ സഞ്ചരിക്കുന്നത് കാരണം പുതിയ നക്ഷത്രങ്ങളുടെ ഒരു ഭീകരമായ കോൺട്രെയിലും അവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമാണ് അതിൻ്റെ വലിപ്പം. ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ 2 ലക്ഷം പ്രകാശവർഷങ്ങളാണ്. അതെ, നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ 2 ഇരട്ടി വലിപ്പം. ഇപ്പോൾ മിക്കവാറും നിങ്ങൾ പലർക്കും ഒരു സംശയം തോന്നിക്കാണും, ശരിക്കും എന്താണ് ഈ കോൺട്രെയിൽ? ഒരു ജെറ്റ് വിമാനം പറന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആകാശത്തൂടെ. അത് പറന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നിലൂടെ ധാരാളം വാതകങ്ങൾ വെളിയിലേക്ക് പുറപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ആ ജെറ്റ് വിമാനത്തിൻ്റെ കോൺട്രെയിലാണ്. ഇത്തരത്തിൽ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ സ്പേസിലൂടെ അതിതീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു കോൺട്രെയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പുകപടലമല്ല അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ നിറഞ്ഞു നിൽക്കുന്നത് പുതിയ നക്ഷത്രങ്ങളാണ്. പുതിയ നക്ഷത്രങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു വിമാനം സൃഷ്ടിക്കുന്ന കോൺട്രെയിൽ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഒരു ബ്ലാക്ക് ഹോൾ സൃഷ്ടിക്കുന്ന ഈ ഒരു ഫിനോമിന അത് വളരെ റെയറായി മാത്രം സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണ്. ഇതിനെ ഗാലക്റ്റിക് ബില്ലിയാർഡ് ഗെയിം എന്ന പേരിൽ വിശേഷിപ്പിക്കാറുണ്ട്. ഗാലക്റ്റിക് ബില്ലിയാർഡ്സിന് കാരണമായി മാറുന്നത് ശരിക്കും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ അല്ല, 3 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളാണ്. 3 ബ്ലാക്ക് ഹോളുകളും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു. തുടർന്ന് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ വേവുകൾ തമ്മിൽ പരസ്പരം കൂടിക്കുഴയുകയാണ്. അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു കംപ്രഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുക. അതിനെ തുടർന്ന് അതിൻ്റെ ചുറ്റുപാടുമുള്ള പൊടിപടലങ്ങളിലും വാതകങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതൊരു ട്രിഗറിംഗ് ആണ്, പുതിയ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു ട്രിഗറിംഗ്. ആ 3 ബ്ലാക്ക് ഹോളുകളും പരസ്പരം ഇന്ററാക്ട് ചെയ്തതിനെ തുടർന്ന് ഒരു ബ്ലാക്ക് ഹോൾ അവിടെ നിന്നും തെറിച്ച് വെളിയിലേക്ക് പോവുകയുണ്ടായി. അതായത് ഒരു ഗാലക്സിയിൽ നിന്നും ഒരു ബ്ലാക്ക് ഹോൾ തെറിച്ചു പോകുന്നു. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. ആ വിചിത്രമായ പ്രതിഭാസത്തെ വളരെയധികം യാദൃശ്ചികമായിട്ടാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ചിത്രീകരിച്ചത്. സാധാരണഗതിയിൽ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് കേൾക്കുമ്പോൾ സകലത്തിനെ നശിപ്പിച്ചു കളയുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിയായിട്ടാണ് നമ്മൾ മിക്ക ആളുകളും കരുതി പോകുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ ബ്ലാക്ക് ഹോൾ അതിതീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. അതിനെ തുടർന്ന് അവിടെയുള്ള എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കുന്നു എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിൽ ധാരാളമായിട്ട് പൊടിപടലങ്ങളും ഗേഷ്യസ് ആയിട്ടുള്ള എലമെൻറ്റുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും സാന്നിധ്യമുണ്ട്. പക്ഷേ ഇത്രയും തീവ്രമായ വേഗതയിൽ അതിനിടയിലൂടെ ഒരു ബ്ലാക്ക് ഹോൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും ട്രിഗറിംഗ് സംഭവിക്കുകയാണ്. അതായത് അവിടെയൊക്കെ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലാക്ക് ഹോൾ എങ്ങനെയാണോ സഞ്ചരിച്ചു പോകുന്നത് ആ പാതകളിലൊക്കെ പുതിയ നക്ഷത്രങ്ങൾ ഒരു കോൺട്രെയിലായി പോകുന്നതാണ്. ടെക്നിക്കലി പറയാൻ സാധിക്കുകയില്ലെങ്കിലും നക്ഷത്രങ്ങളുടെ ഈ കോൺട്രെയിലിനെ ഒരു ഗാലക്സിയോട് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭീകരനായ ബ്ലാക്ക് ഹോൾ ഉണ്ട്. കൂടാതെ അനേകം നക്ഷത്രങ്ങളുമുണ്ട്, പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. മുമ്പ് ഈ ബ്ലാക്ക് ഹോൾ ഒരു പേരന്റ് ഗാലക്സിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നു. ആ ഗാലക്സിയിൽ നിന്ന് വെളിയിലേക്ക് പുറന്തള്ളപ്പെട്ടതാണ് ഈ ബ്ലാക്ക് ഹോൾ. ആ ഗാലക്സിയിൽ എത്രമാത്രം നക്ഷത്രങ്ങളുണ്ടോ അതിൻ്റെ തിളക്കം എത്രമാത്രമുണ്ടോ ആ തിളക്കത്തിൻ്റെ പകുതി തിളക്കം ഈ കോൺട്രെയിൽ മാത്രമുണ്ട്. അതായത് ഒരു ഗാലക്സിയോട് പോലും നമുക്ക് ഉപമിക്കാൻ സാധിക്കും. നാസയുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ചിത്രീകരിച്ച ഈ ഒരു ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ നീളത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞ കോൺട്രെയിൽ. അതിൻ്റെ ഒരറ്റത്തായിട്ട് നമുക്ക് ബ്ലാക്ക് ഹോളിൻ്റെ സാന്നിധ്യം കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ തുമ്പത്തായിട്ട് ഒരു ബ്രൈറ്റ് സ്പോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്സിജൻ ഫിൽറ്ററിൻ്റെ സഹായത്താൽ അവിടെ അടങ്ങിയിരിക്കുന്നത് വലിയ അളവിലുള്ള അയണൈസ്ഡ് ഓക്സിജൻ വാതകങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊരു സെലസ്റ്റിയൽ ബോഡിയും പ്രപഞ്ചത്തിലൂടെ ശക്തമായ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ തുമ്പത്തായിട്ട് ഒരു ഷോക്ക് വേവ് സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള താപനില ഉണ്ടാകുന്നതും സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നിങ്ങളൊരു കപ്പലിനെ അല്ലെങ്കിൽ ഒരു ബോട്ടിനെ നോക്കുക.
അത് ഒരു കടലിലൂടെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുമ്പത്തായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുൻവശത്തായിട്ട് കുറേയധികം തിരകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഒരു തരത്തിലുള്ള ഷോക്ക് വേവ് ആണ്. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് സ്പേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ സഞ്ചരിക്കുന്നത് ഒരു കപ്പലല്ല, മറിച്ച് ഒരു ബ്ലാക്ക് ഹോളാണ്. ആ ബ്ലാക്ക് ഹോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സമുദ്രത്തിലൂടെയല്ല, ജലവും അവിടെയില്ല. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്രതിഭാസം അവിടെയുണ്ട്. അത് മേഘങ്ങളാണ്, കുറേയധികം വാതകങ്ങൾ അടങ്ങിയിട്ടുള്ള മേഘങ്ങൾ. ആ മേഘങ്ങൾ കാരണം അവിടെ ഒരു ഷോക്ക് വേവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ ഷോക്ക് വേവ് ശക്തമായിട്ടുള്ള ഒരു താപനിലയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ സഞ്ചരിക്കുന്നത് ഒരു സാധാരണ ബ്ലാക്ക് ഹോൾ അല്ല, അതിതീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. അതിനെ തുടർന്നാണ് അവിടെ അയണൈസ്ഡ് രൂപത്തിലുള്ള ഓക്സിജൻ ധാരാളമായി സൃഷ്ടിക്കപ്പെട്ടു. പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞത് ഒരു സാധ്യത മാത്രമാണ്. മറ്റൊരു സാധ്യത കൂടി ആ ബ്രൈറ്റ് സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ബ്ലാക്ക് ഹോളിൻ്റെ അക്രീഷൻ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു സിംഗുലാരിറ്റിയെ മാത്രമാണ് ബ്ലാക്ക് ഹോളായിട്ട് കരുതാൻ സാധിക്കുന്നത്. അതായത് ബ്ലാക്ക് ഹോളിൻ്റെ ഇവന്റ് ഹൊറൈസൺ കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴുള്ള ഭാഗം. എന്നാൽ അതിൻ്റെ വെളിയിൽ വലിയൊരു പ്രദേശമുണ്ട്. ധാരാളമായിട്ടുള്ള പദാർത്ഥങ്ങളെ, സെലസ്റ്റിയൽ ബോഡികളെ ബ്ലാക്ക് ഹോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അക്രീഷൻ ഡിസ്കായിട്ട് അതിനെ ചുറ്റിക്കറങ്ങിയിട്ടാണ് ബ്ലാക്ക് ഹോളിൻ്റെ സിംഗുലാരിറ്റിയിൽ എത്തിച്ചേരുന്നത്. അക്രീഷൻ ഡിസ്കിലുള്ള പദാർത്ഥങ്ങളുടെ സാന്നിധ്യം കാരണമാണ് അവിടെ ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു കൂട്ടം ഗവേഷകർ പറയുന്നുണ്ട്. ഈ ഒരു കണ്ടെത്തലിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നത് യേൽ യൂണിവേഴ്സിറ്റിയിലെ പീറ്റർ വാൻ ഡോക്കും എന്ന ഒരു ഗവേഷകനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നടത്തിയ ചില പര്യവേഷണങ്ങളാണ്. അവർ ഹബിൾ ചിത്രീകരിച്ച ഒരു ഇമേജിൽ പഠനങ്ങൾ നടത്തുകയായിരുന്നു. അത് ഒരു ഡ്വാർഫ് ഗാലക്സിക്ക് സമീപമുള്ള ഒരു ഗ്ലോബുലാർ സ്റ്റാർ ക്ലസ്റ്ററിൻ്റെ ചിത്രമായിരുന്നു. അതിലൂടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു വസ്തുവിനെ അദ്ദേഹത്തിനവിടെ കാണാൻ സാധ്യമായി. പക്ഷേ ആ കാഴ്ച അദ്ദേഹത്തെ ഒട്ടും തന്നെ ഞെട്ടിച്ചില്ല എന്നതാണ് വാസ്തവം. അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു കാഴ്ച തന്നെയാണ്. ഇത്തരത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ കണ്ടു എന്ന് വരാം. അതിൻ്റെ കാരണം കോസ്മിക് റേഡിയേഷൻ്റെ സാന്നിധ്യമാണ്. അതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതുമാണ്. ഫിൽട്ടറിങ്ങിന് തൊട്ടു മുമ്പുള്ള ദൃശ്യമാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കോസ്മിക് റേഡിയേഷൻ? ധാരാളമായി കോസ്മിക് റേസ് ഉണ്ടാകുന്നുണ്ട് പ്രപഞ്ചത്തിൽ. കൃത്യമായിട്ട് എങ്ങനെയാണ് കോസ്മിക് റേസ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോഴും സാധ്യമായിട്ടില്ല. പക്ഷേ നമ്മുടെ ശക്തമായിട്ടുള്ള അനുമാനങ്ങൾ പറയുന്നത് അത് സൂപ്പർനോവയിലൂടെയോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകളിലൂടെയോ ആണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ്. അതായത് പ്രപഞ്ചത്തിൽ ധാരാളമായിട്ട് കോസ്മിക് റേഡിയേഷൻ ഉണ്ട്. നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ടെറസ്ട്രിയൽ ടെലസ്കോപ്പിന് ഇത് ബാധകമല്ല. കാരണം കോസ്മിക് റേഡിയേഷൻ നമ്മുടെ അന്തരീക്ഷവും ഭേദിച്ച് ഉള്ളിലേക്ക് എത്തിച്ചേരാറില്ല. ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയവും ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൻ്റെ സ്ഥാനം സ്പേസിലാണ്, അതായത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലല്ല. അതുകൊണ്ട് തന്നെ കോസ്മിക് റേഡിയേഷൻ ശക്തമായി തന്നെ ഹബിൾ വന്ന് പതിക്കാറുമുണ്ട്. ഇത്തരത്തിൽ വന്ന് പതിക്കുന്നത് കാരണം ഇങ്ങനെ നീളത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ചില ബ്രൈറ്റ് സ്പോട്ടുകളൊക്കെ കാണുക സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാൻ ഡോക്കുമും ഇതുതന്നെയാണ് കരുതിയത്. കോസ്മിക് ഫിൽട്ടറിങ്ങിലൂടെ ഈ കോസ്മിക് റേഡിയേഷൻ്റെ ഇമ്പാക്റ്റിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിലെ മീഡിയൻ ഫിൽട്ടർ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിനെ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതുമാണ്. അദ്ദേഹവും അതുതന്നെയാണ് ചെയ്തത്. കോസ്മിക് റേഡിയേഷനെ ഒഴിവാക്കി. അപ്പോഴാണ് ശരിക്കും അദ്ദേഹം ഞെട്ടിത്തുടങ്ങിയത്. കാരണം കോസ്മിക് റേഡിയേഷനെ ഒഴിവാക്കിയിട്ടും അദ്ദേഹത്തിന് ആ കാഴ്ച അതേപടി തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതർത്ഥമാക്കുന്നത് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കോസ്മിക് റേഡിയേഷൻ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റുമല്ല. ഇത് പുതിയൊരു പ്രതിഭാസമാണ്, കണ്ടു പരിചയമില്ലാത്ത പുതുമയേറിയ ഒരു പ്രതിഭാസം. പക്ഷേ ശാസ്ത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു സ്പേസ് ടെലസ്കോപ്പിൻ്റെ ഒരു ചിത്രം കൊണ്ട് നമുക്ക് ഒന്നും തന്നെ ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ധാരാളമായി മറ്റ് ടെലസ്കോപ്പുകളുണ്ട്. പ്രധാനമായിട്ടും ടെറസ്ട്രിയൽ ടെലസ്കോപ്പുകളുണ്ട്. ആ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് അതിനെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത് ശാസ്ത്രീയമായിട്ട് അവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വാൻ ഡോക്കും സംഘവും അതുതന്നെയാണ് ചെയ്തത്. അവർ WM കെക്ക് ഒബ്സർവേറ്ററി, അതായത് ഹവായിൽ സ്ഥിതി ചെയ്യുന്ന ടെലസ്കോപ്പ്, അവിടേക്ക് പോയി അവിടുത്തെ ഡേറ്റ കളക്ട് ചെയ്ത് പഠനത്തിന് വിധേയമാക്കി. പ്രപഞ്ചത്തിൻ്റെ അതേ ഭാഗത്ത് തന്നെ അതേ ഓറിയന്റേഷനിൽ അവർക്ക് അതേ പ്രതിഭാസത്തെ കെക്ക് ഒബ്സർവേറ്ററിയിലും കാണാൻ സാധ്യമായി. അതൊരു ഉറപ്പാണ്, ശാസ്ത്രീയമായ ഉറപ്പ്. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്നുള്ള ഉറപ്പ്. ഗാലക്സിയിൽ നിന്നും ഒരു ബ്ലാക്ക് ഹോൾ തെറിച്ച് വെളിയിലേക്ക് പോകുന്ന അപൂർവമായ ദൃശ്യം. അതിന് കാരണമായി മാറുന്നത് ഒന്നിലധികം വരുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളാണ്.
അതിനെ തുടർന്ന് അവരൊരു പ്രബന്ധം തന്നെ രചിക്കുകയുണ്ടായി. വിശദമായ പഠനങ്ങളിലൂടെ ആ ഭാഗത്തുണ്ടായിരുന്ന 2 ഗാലക്സികളെക്കുറിച്ച് അവർ പഠനങ്ങൾ നടത്തി. ആ ഗാലക്സികൾ വളരെയധികം മുൻപുണ്ടായിരുന്ന ഗാലക്സികളാണ്. പിന്നീട് അവ പരസ്പരം മെർജ് ചെയ്ത് ഒരൊറ്റ ഗാലക്സിയായി മാറി. ഇപ്പോൾ അത് ഒരൊറ്റ ഗാലക്സിയാണ്. ആ ഗാലക്സിയുടെ മധ്യഭാഗത്ത് 2 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുണ്ട്. കഴിഞ്ഞ 5 കോടി വർഷമായി അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ 5 കോടി വർഷങ്ങൾക്കിടയിലാണ് ഗാലക്സികളുടെ മെർജിംഗ് സംഭവിച്ചത്. ഈ മെർജിങ്ങിനെ തുടർന്ന് 2 ബ്ലാക്ക് ഹോളുകൾ പരസ്പരം ചേർന്ന് ഒരു ബൈനറി ബ്ലാക്ക് ഹോളായി മാറി. അതായത് പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ബ്ലാക്ക് ഹോളുകൾ. അവിടേക്കിപ്പോൾ മറ്റൊരു ഗാലക്സി കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. ആ ഗാലക്സിയുടെ മധ്യഭാഗത്തും ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടായിരുന്നു. ആ ബ്ലാക്ക് ഹോൾ ഈ 2 ബ്ലാക്ക് ഹോളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനെ തുടർന്നാണ് അവിടെ നിന്നും ഒരു ബ്ലാക്ക് ഹോൾ തെറിച്ച് വെളിയിലേക്ക് പോയിരിക്കുന്നത്. ആദ്യമുണ്ടായിരുന്ന ആ 2 ബ്ലാക്ക് ഹോളുകളല്ല, പുതിയതായിട്ട് അവിടെ എത്തിച്ചേർന്ന 3ാമത്തെ ബ്ലാക്ക് ഹോളാണ് അവിടെ നിന്നും തെറിച്ച് വെളിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ 2 ബൈനറി ബ്ലാക്ക് ഹോളുകൾക്ക് എന്താണ് സംഭവിച്ചത്? 2 സാധ്യതകളുണ്ട്. ഒരു സാധ്യത അത് അതേപടി അവിടെ തുടർന്ന് പോകുന്നു എന്നാണ്. അതിൻ്റെ ഓറിയന്റേഷൻ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് ഇപ്രകാരം അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. എന്നാൽ രണ്ടാമത് ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ആ 2 ബ്ലാക്ക് ഹോളുകളും അവിടെ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഹോൾ പോയതുപോലെ തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങളിലേക്കായിരിക്കും അവ സഞ്ചരിച്ചിരിക്കുന്നത്. അതായത് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 വ്യത്യസ്തമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളിലേക്ക്. ഇതിൽ ഏത് ഹൈപ്പോത്തസിസ് ആണ് ശരിയെന്ന് മനസ്സിലാക്കാൻ അവർ ആ പേരന്റ് ഗാലക്സിയിൽ പഠനങ്ങൾ നടത്തുകയുണ്ടായി. പ്രാഥമികമായിട്ടുള്ള പഠനങ്ങളിലൂടെ അതിന്റെ മധ്യഭാഗത്ത് ഇപ്പോൾ ബ്ലാക്ക് ഹോളുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യമായിരിക്കും വാസ്തവമാകുക. അവിടെ ഉണ്ടായിരുന്ന 3 ബ്ലാക്ക് ഹോളുകളും വ്യത്യസ്തമായിട്ടുള്ള ദിശയിലേക്ക് സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരൊറ്റ ബ്ലാക്ക് ഹോളിനെ മാത്രമാണ്. ഇത്തരത്തിലുള്ള 2 ദൃശ്യങ്ങൾ വേറെ എവിടെയോ ഉണ്ട്, നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. പഠനത്തിന്റെ അടുത്ത സ്റ്റെപ്പ് കൂടുതൽ ചിത്രങ്ങൾ ശേഖരിക്കുക എന്നതാണ്. നാസ ഏറ്റവും ഒടുവിലായി വിക്ഷേപിച്ച ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അത് പര്യവേഷണങ്ങൾ നടത്തുന്നുണ്ട്. പുറമെ ചാന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററിയുമുണ്ട്. 2ന്റെ സഹായത്താൽ നമുക്ക് ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ സാധിക്കും. ഇതിനു പുറമെ നാസ അടുത്തു തന്നെ വിക്ഷേപിക്കാൻ പോകുന്ന നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ് ഉണ്ട്. വളരെയധികം വൈഡ് റേഞ്ചിലുള്ള ഒരു വ്യൂ ആയിരിക്കും നമുക്ക് ഇതിലൂടെ ലഭ്യമാവുക. നാൻസി ഗ്രേസ്മാൻ റോമൻ സ്പേസ് ടെലസ്കോപ്പും ഹബിൾ സ്പേസ് ടെലസ്കോപ്പും ചേർന്ന് പ്രവർത്തിക്കും. അതോടുകൂടി വലിയൊരു പ്രദേശത്തെ നമുക്ക് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹബിളിനും ജെയിംസ് വെബിനുമൊക്കെ ഒരു ചെറിയ ഭാഗത്തെ വളരെയധികം ഡെപ്തിൽ മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ നാൻസി ഗ്രേസ്മാൻ കൂടി വരുമ്പോഴേക്കും അവിടെ നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ, കൂടുതൽ വിഡ്ത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നാൻസിയുടെ വരവോടുകൂടി വലിയൊരു പ്രദേശത്തെ ചിത്രീകരിക്കുകയും അതിലൂടെ ബാക്കി 2 സ്റ്റാർ സ്ട്രീക്കുകളെ കൂടി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോത്തസിസ് ഉറപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയധികം ഹൈപ്പോത്തസിസുകളിലൂടെ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. അതിനെ ശാസ്ത്രീയമായിട്ട് കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൂടുതൽ ഡേറ്റകൾ നമുക്ക് ലഭ്യമാകണം. ആ ഡേറ്റകൾ ലഭ്യമാകാനുള്ള സ്പേസ് ടെലസ്കോപ്പുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അധികം വൈകാതെ തന്നെ ആ റിസർച്ച് ഫലങ്ങൾ നമ്മളിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഡേറ്റകളെല്ലാം ഉൾപ്പെടുത്തി വാൻ ഡോക്കും സംഘവും ദ ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ ഏപ്രിൽ 6-ാം തീയതി ഒരു റിസർച്ച് പേപ്പറാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ ഡേറ്റകൾ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് ഈ ചാനൽ പുതിയ വീഡിയോ ആയി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഒരു ആസ്ട്രോണമർ അല്ലെങ്കിൽ ആസ്ട്രോഫിസിസിസ്റ്റ് ആവുക എന്നത് നിരവധി ആളുകളുടെ ആഗ്രഹമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അതിനുള്ള അവസരമില്ല. അതിനൊരു മാറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ബ്രൈറ്റ് കേരളൈറ്റ്. ബ്രൈറ്റ് കേരളൈറ്റിന്റെ സ്വന്തം വെബ്സൈറ്റിൽ അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സിൽ ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പൂർണ്ണമായിട്ടും ഓൺലൈനിലായിരിക്കും ഈ കോഴ്സ് നടപ്പിലാക്കുക. കോഴ്സിന്റെ ഒടുക്കം ഒരു എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാമും ഓൺലൈനായിട്ട് തന്നെയാണ് നടത്തുക. ആ എക്സാം പാസ്സാകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. ഒരു തവണ ഫെയിൽ ആയാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യവുമില്ല. പൂർണ്ണമായിട്ടും ഓൺലൈനിൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം തന്നെ 1-ലധികം ദിവസത്തെ ക്ലാസ്സുകൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാം.
ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ കോഴ്സിന്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക. ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിന്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതായത് 3000 രൂപയുടെ കോഴ്സ് വെറും 1500 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ശ്രമിച്ചാൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. എനിക്കൊരു ആസ്ട്രോഫിസിസ്റ്റ് ആകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക.